ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കുറേ നാളായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഏകദേശം 2-3 വർഷമായി കാണും. ഇടയ്ക്ക് ഷോർട്സൊക്കെ ഇടും, എന്നാലും ഒരു ഫുൾ വീഡിയോ ഇട്ടിട്ട് കുറേ നാളാവും. അപ്പോൾ ഞാനിപ്പോൾ നാട്ടിലുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്. 2 ദിവസത്തേക്ക് വേണ്ടിയിട്ട് തൃശ്ശൂരിൽ വന്നതാണ്. ഞാൻ മെനഞ്ഞാന്ന് രാത്രി എത്തി. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ തിരിച്ച് തൃശ്ശൂർ പോകും. ഇന്നത്തെ ദിവസം വന്നിട്ട് ജൂലൈ 1. ഓക്കെ, അപ്പോൾ എന്താ പറയുക, കുറേ നാളായതുകൊണ്ടൊരു സ്റ്റാർട്ടിങ് ട്രിപ്പ് പോലെ. ഇന്നത്തെ മെയിൻ വീഡിയോ വന്നിട്ട് തമിഴ്നാട്ടിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. 5-ാം തീയതിയാണ് അമ്മയുടെ ബർത്ത്ഡേ, ജൂലൈ 5, ശനിയാഴ്ചയാണ്. പക്ഷെ ഞാൻ ഇന്ന് പോകണമുണ്ട്, എനിക്കെന്നും ഉണ്ടാവാൻ പറ്റില്ല. അപ്പോൾ ഇതുവരെയായിട്ടും അമ്മയുടെ ബർത്ത്ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാണ്ടിരുന്നിട്ടില്ല. ഇവിടെ ആരെ ബർത്ത്ഡേ വന്നാലും, അമ്മമ്മേൻ്റെ ആയിരുന്നാലും അച്ഛൻ, അബി, എൻ്റെ എല്ലാവരെയും ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണതാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് കേക്കെങ്കിലും കട്ട് ചെയ്തിരിക്കും. ഇന്ന് ഞാൻ തിരിച്ച് പോകണോണ്ട് എനിക്ക് 5-ാം തീയതി അമ്മയുടെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല, സെലിബ്രേറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് അമ്മയ്ക്ക് കൊടുക്കണം എന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഗിഫ്റ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് ഇവിടെ വച്ചിട്ട് പോവാം. പിന്നെ കോയിൻസിഡൻ്റലി ഇവിടെ ഈ റൂമിലെങ്ങനെ അമ്മയെ കൊണ്ടുവന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കാം, അങ്ങനെയാണ് വിചാരിച്ചത് അന്ന് ജൂലൈ 5-ാം തീയതിക്ക്. പക്ഷേ അപ്പം ഞാൻ ഇല്ലാത്തതുകൊണ്ട് എനിക്കത് നേരിട്ട് കാണാൻ പറ്റില്ലല്ലോ. ആ ഒരു ഹാപ്പിനെസ് എനിക്ക് നേരിട്ട് കാണണമെന്നുണ്ട്. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഗിഫ്റ്റ് കിട്ടുന്നതും സെലിബ്രേഷൻ ചെയ്യണതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്താ, അതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇന്ന് അമ്മയ്ക്ക് സർപ്രൈസായിട്ട് കൊടുക്കാം എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ആ ബർത്ത്ഡേ അന്നാവുമ്പോൾ ചിലപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യും, എന്തെങ്കിലുമൊക്കെ കാണും എന്ന് എക്സ്പെക്റ്റ് ചെയ്യും. ഇന്നാവുമ്പോൾ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് ഗിഫ്റ്റും ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം അടുക്കളയിൽ ജോലിയൊക്കെ ആയിട്ട് നിൽക്കുകയായിരിക്കും. രാവിലെ വർക്കിന് പോകണമല്ലോ, അപ്പോൾ എല്ലാം ഒതുക്കി വെച്ചിട്ടാണ് പോണത്. അപ്പോൾ അതിൻ്റെ ആയിട്ട് തിരക്കിലൊക്കെ ആയിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് റെഡിയായി പോകാൻ നേരത്ത് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ജസ്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചേ ഉള്ളൂ, അത് സെറ്റൊന്നും ചെയ്തിട്ടില്ല, പാക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പം എന്തൊക്കെയാണെന്ന് കാണാം. വാങ്ങിച്ചിട്ടുള്ളത് ഒരു മൽ കോട്ടൺ സാരിയാണ്. ഇപ്പോൾ അത് ട്രെൻഡിങ് ആണല്ലോ മൽ കോട്ടൺ സാരി. അപ്പം അങ്ങനെ ഒരു മൽ കോട്ടൺ സാരി, പിന്നെ ഒരു ഇയറിങ്, പൊട്ട്, വള, സ്ലൈഡ് ക്ലിപ്പ്, പിന്നെ ഒരു നെയിൽ പോളിഷ്, പിന്നെ ഒരു ഡയറി മിൽക്ക് ചോക്ലേറ്റ് കൊടുത്താലും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കിട്ടും, അതുകൊണ്ട് ചോക്ലേറ്റ് കൊടുത്തു. അപ്പം ഇത്രയാണ്. പിന്നെ ഇത് സാരി വാങ്ങിച്ചിട്ടുള്ള കല്യാൺ സിൽക്സിൽ നിന്നാണ്. അതിലെ പാക്കിങ്ങിൽ തന്നെ അങ്ങ് കൊടുക്കുക. വേറെ ഇനി ഹാമ്പർ ബോക്സ് ഒന്നും സെറ്റ് ചെയ്യാനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല. ഞാൻ രാത്രി വന്ന പിന്നെ ഇന്നലെ ഉച്ചയ്ക്കൊക്കെ പോയിട്ടാണ് ബാക്കി അക്സസറീസൊക്കെ വാങ്ങിച്ചത്. പിന്നെ അപ്പം ഹാമ്പർ ബോക്സ് ഒന്നും വാങ്ങിക്കാനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എന്താ, ഈ ബോക്സിലൊക്കെ തന്നെ വെച്ച് കൊടുക്കാം. ഇപ്പം നമുക്ക് താഴെ പോകാം. ഗിഫ്റ്റ് എടുത്ത് താഴെ കൊണ്ട് വെക്കാമായിരിക്കും. അവരെന്തായാലും അടുക്കളയിലായിരിക്കും, ഇപ്പം കാണൂല. അടുത്ത ഹാളിലോ റൂമിലോ വേറെ എവിടെയെങ്കിലുമൊക്കെ മാറ്റാം. അപ്പോൾ ഓക്കെ, താഴെ പോയിട്ട് അപ്പോൾ ഞാൻ അവിടെ ഗിഫ്റ്റ് അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മ ഭയങ്കര ബിസിയാണ്. പോകാനുള്ള ഒരുക്കങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് ക്ലീനിങ്ങും അങ്ങനെ ആയിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ ഇവിടെ ഇല്ല, അച്ഛൻ പുറത്തോട്ട് പോയേക്കും. ഒരു 9 മണിയൊക്കെ ആകുമ്പം വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ടൈം ആകുമ്പം കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാനും പാപ്പും കൂടെ കുറച്ച് നേരം എന്താ ഹലോ കുറച്ച് വിളിക്കും തടവാൻ വേണ്ടിയിട്ട്. തടവൽക്കുട്ടി
അവന് വീഡിയോ എടുക്കണമെന്ന് വല്ല ഇഷ്ടമുള്ള കാര്യമല്ല. അല്ലെങ്കിൽ പാപ്പുന് എപ്പോഴും ആരെങ്കിലും ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കണം. പാപ്പുന് എപ്പോഴും തടവണം പാപ്പുൻ്റെ അമ്മൂമ്മയാണ്. രാവിലെ അമ്മമ്മ എണീറ്റ് ചായ ഇട്ട് അതിൻ്റെ കൂടെ നടക്കുക. എന്നിട്ട് അമ്മമ്മ ഇവിടെ വന്നിരുന്നിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കും. അതുവരെ അവൻ ഇതിൻ്റെ മണ്ടയിൽ കയറി മിണ്ടാതെ ഇരുന്നോളും. ചായ കുടിച്ച് തീർന്നിട്ട് കുറച്ച് ചായ കൊണ്ടുവന്ന് അവന് ഒഴിച്ചു കൊടുക്കും. അത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ വെയിറ്റ് ചെയ്യണം. അതുവരെ ചായ കുടിക്കും, അവൻ തടവിക്കൊണ്ടിരിക്കും. അമ്മമ്മയുടെ മെയിൻ പരിപാടി ഇതാണ്, പാപ്പുനെ തടവണം. അല്ലടാ പാപ്പുന് അതിനാണ് അമ്മമ്മ വേണ്ടത്. എപ്പോഴും ആരെങ്കിലും അവനെ തടവിക്കൊണ്ടിരിക്കണം. ചുണ്ടരിക്കുട്ടി ഇഷ്ടപ്പെടില്ല. ചുണ്ടരിക്കുട്ടി ആരാ? ചേച്ചിയുടെ ചുണ്ടരി ആരാ? ഇതാണോ ചുണ്ടരിക്കുട്ടി? അച്ഛൻ വന്നിട്ടുണ്ട്. പാപ്പ ഇവിടെ റെഡിയാണ്. അച്ഛനും എന്താണ് കാര്യമെന്നറിയില്ല. ഞാനിന്ന് തിരിച്ച് പോയല്ലേ, ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കൊടുക്കാൻ പോവാം. വേണ്ട, അപ്പൊ എനിക്ക് കാണാൻ പറ്റൂലല്ലോ. വേണ്ട, അപ്പൊ എനിക്ക് ഹഗ് കിട്ടൂലല്ലോ. ആ ഹാപ്പിനെസ്സിലൊരു ഹഗ് വരുമല്ലോ. ഇന്ന് എക്സ്പെക്ട് ചെയ്യൂല, അന്ന് എക്സ്പെക്ട് ചെയ്യും. അപ്പൊ എനിക്ക് നേരത്തെ കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് കൊടുക്കുകയാണ്. ഓക്കെ 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 അത് മതി. വേണ്ട, അപ്പൊ എനിക്ക് കാണാൻ പറ്റൂലല്ലോ 5-ാം തീയതി. ഈ ഗിഫ്റ്റ് ഒക്കെ ഓൺലൈനിൽ ഇങ്ങനെ ഒന്ന് കൊണ്ടു കൊടുക്കൂല അതുപോലെ ഓൺലൈനിൽ ഇതൊക്കെ സാധനത്തിന്റെ കയ്യിൽ ഇരിക്കട്ടെ. അത് എനിക്ക് കിട്ടില്ല. അമ്മ അത് കണ്ടിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമല്ലോ. തങ്കി സ്റ്റിൽ ഇൻ അടുക്കള റെഡി ആയിട്ട് നമുക്ക് കൊടുക്കാം. ഗിഫ്റ്റ് കൊടുക്കാൻ നേരത്തെ അച്ഛൻ അങ്ങനില്ല, അച്ഛൻ പോവുകയാണ്. ടാറ്റാ. ഞാനും പാപ്പും കൂടെയാണ് ഗിഫ്റ്റ് കൊടുക്കാൻ പോകണം അമ്മയ്ക്ക്. അച്ഛൻ പോയി. അവരൊക്കെ 5-ാം തീയതി ഗിഫ്റ്റ് കൊടുക്കും. ഞാനും പാപ്പും കൂടെ ഇന്ന് അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കും. അല്ലേ പാപ്പു? നമുക്ക് അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാടാ. ശുണ്ട്രിയ അമ്മ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഗിഫ്റ്റ് എടുത്തിട്ട് കൊടുക്കാം. ഓക്കെ, advance happy birthday to you. Yeah, thank you. Ravani. നോക്ക് സെറ്റ് സാരിയ. Wow. താങ്ക് യു. എനിക്ക് വയ്യ. ഞാൻ ഇത് എടുത്തോണ്ട് പോയനല്ല. ഇതിപ്പോൾ കൊടുക്കണ്ട. താങ്ക് യു. സാരി, പുതിയ മൽക്കോട്ടൺ സാരി ഞാൻ ഇന്നലെ കാണിച്ചു തന്നില്ലേ? പുതിയ ട്രെൻഡിങ്. ഞാൻ ഉടുത്തുകൊണ്ട് എവിടെ പോവേ? ഓക്കെ, ഞാൻ ഇന്ന് പോവേല്ലേ, അപ്പൊ എനിക്ക് 5-ാം തീയതി കാണാൻ പറ്റൂലല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ ഒരു പണി ചെയ്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന് കൊടുക്കണ്ട. ഓ, അത് ഞാൻ ഇപ്പം പറഞ്ഞു, നേരത്തെ പറഞ്ഞു.
എൻ്റെ തന്നാൽ മതി, ഞാൻ കൊടുത്തേക്കാന്ന് പറഞ്ഞ്. എന്നിട്ട് ഇപ്പം പോയല്ലേ, അപ്പം ഞാൻ പറഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കാൻ. അപ്പം പറഞ്ഞ് ഇല്ല പോണ്, എൻ്റെ തന്നിരുന്നാൽ മതി, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിളിച്ച് അച്ഛൻ്റെ തന്നിരുന്നാൽ ഞാൻ തന്നെന്ന് പറഞ്ഞ് കൊടുക്കുമോ അത് അച്ഛൻ തന്നെന്ന് പറഞ്ഞ് കൊടുക്കുമോ? പറഞ്ഞു ഞാൻ തന്നെന്ന് പറഞ്ഞ് കൊടുക്കും. ഞാൻ അങ്ങനെ ഓസിന് വേണ്ട, വാങ്ങിച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ്. ഇത് തൃശ്ശൂരെന്ന് ചേട്ടനും ഞാനും കൂടെ ആയിട്ട് വാങ്ങിച്ചു തന്ന ഗിഫ്റ്റ്. ഓക്കെ, താങ്ക് യു. ഇഷ്ടപ്പെട്ട? പിന്നെ ഇഷ്ടപ്പെടാതിരിക്കോ? കണ്ണൊക്കെ നീറുന്നുണ്ട്. പറഞ്ഞാൽ ഞാൻ ഒരുങ്ങിയൊക്കെ നിന്നിരുന്നു. അപ്പോൾ ഓക്കെ, ഹാപ്പി ആയ? ചക്കരക്കിളി ചക്കിലമ്പിളി. എൻ്റെ ചേട്ടൻ്റെയും പാപ്പുവിൻ്റെയും ഗിഫ്റ്റ്. ഓക്കെ ഓക്കെ, താങ്ക് യു അനന്ത, താങ്ക് യു അനന്തകൃഷ്ണ, താങ്ക് യു ഗുരുവായൂരപ്പ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ അടുത്ത ബർത്ത്ഡേക്ക് കാണാം. ഓക്കെ ഓക്കെ ബൈ, ടാറ്റാ.